ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കടൽഭാഗമായ മരിയാന ട്രെഞ്ചിന്റെ ആഴം 10,984 മീറ്ററാണ്. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ മനുഷ്യർ ഭൂമി തുരന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഏതാണ്ട് 12 കിലോമീറ്ററോളം ആഴത്തിൽ മനുഷ്യർ ഭൂമി തുരന്ന് നിർമ്മിച്ച കുഴിയാണ് കോല സൂപ്പർ ഡീപ്പ് ഹോൾ. ഈ കുഴിയുടെ ആഴങ്ങളിൽ കണ്ടെത്തിയ വിചിത്രമായ ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. നോർവീജിയൻ അതിർത്തിയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത റഷ്യയിലെ മർമൻസ്കിലാണ് 12,262 മീറ്ററോളം ആഴമുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ കുഴി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ തുറക്കാനാകാത്ത വിധം മൂടപ്പെട്ടിരിക്കുന്ന ഈ കുഴിയെ നരകത്തിലേക്കുള്ള കിണർ എന്നും അറിയപ്പെടാറുണ്ട്. വെറും 9 ഇഞ്ച് വ്യാസം മാത്രമാണ് ഈ കുഴിയിലേക്കുള്ള കവാടത്തിനുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 12,262 മീറ്റർ അഥവാ 12.2 കിലോമീറ്റർ ആഴമാണ് ഈ കുഴിക്കുള്ളത്. ഇതിൽ ഏറ്റവും വിചിത്രമായ ഒന്നെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആഴത്തിൽ കുഴിക്കുവാൻ വേണ്ടി മാത്രം ഏതാണ്ട് 20 വർഷത്തോളം എടുത്തിട്ടുണ്ട് എന്നതാണ്. ദ്വാരം കഴിയുന്നത്ര ആഴത്തിൽ വീണ്ടും കുഴിക്കുവാൻ തന്നെയായിരുന്നു ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. ഏതാണ്ട് 14,500 മീറ്ററോളം ആഴമാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ കുഴിക്കും തോറും താപനില വളരെയധികം ഉയരുന്നതിനാൽ തന്നെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അവരുടെ ഈ ലക്ഷ്യം ഉപേക്ഷിക്കുവാനായി നിർബന്ധിതരാവുകയായിരുന്നു. ഈ ആഴമേറിയ കുഴി സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണെങ്കിൽ പോലും ഇത് നിർമ്മിക്കുവാനുള്ള കാരണം അമേരിക്കയായിരുന്നു. അതായത് 1950 കാലഘട്ടത്തിൽ ബഹിരാകാശ പരിവേഷണത്തിൽ മത്സരം മുറുകുന്നതിനിടയിൽ അമേരിക്കയിലെ ഒരു പറ്റം ശാസ്ത്രജ്ഞരുടെ തലയിൽ പുതിയൊരു ആശയം ഉണർന്നത്. അതായത് ഭൂമി തുരന്നാൽ എന്താവും ലഭിക്കുക, മറുവശത്ത് എന്തായിരിക്കും ഉണ്ടാവുക എന്ന ചിന്ത. ഇതിൽ നിന്നാണ് 1958 പ്രൊജക്ട് മൊഹോൾ അമേരിക്ക ആരംഭിക്കുന്നത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ അമേരിക്കൻ മിസലേനിയസ് സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പറ്റം ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിവേഷണം നടന്നത്. എന്നാൽ ആ സമയത്ത് ഈ പദ്ധതിയെപ്പറ്റി അമേരിക്കയിൽ തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ശാസ്ത്രീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള എതിർപ്പുകൾക്കൊപ്പം തന്നെ സാമ്പത്തികം, അപകടം, പണത്തിന്റെ ദുരുപയോഗം മുതലായിട്ടുള്ള കാരണങ്ങളും എടുത്തു കാട്ടിയായിരുന്നു എതിർപ്പുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ തികച്ചും അപകടകരവും സങ്കീർണവുമായിട്ടുള്ള ഈ ഒരു പദ്ധതി എതിർപ്പുകളെ എല്ലാം തന്നെ അവഗണിച്ച് വീണ്ടും തുടരുകയായിരുന്നു. കിട്ടാവുന്നത്ര എല്ലാ ഉപകരണങ്ങളും എത്തിച്ചായിരുന്നു ഈ തുരക്കൽ നടന്നിരുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ഒരു കൂട്ടം ആളുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എതിർപ്പും പണത്തിന്റെ അഭാവവും മൂലം പദ്ധതിക്ക് പാതി വഴിയിൽ തിരശീല വീഴുകയായിരുന്നു. 1966 US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഔദ്യോഗിക ഉത്തരവിറങ്ങുമ്പോൾ ഏതാണ്ട് 601 അടി അഥവാ 101 മീറ്റർ കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിലേക്ക് തുരന്നിരുന്നു. അമേരിക്ക പദ്ധതി പാതി വഴിക്ക് ഉപേക്ഷിച്ചതിന്റെ ചുവട് പിടിച്ചാണ് സോവിയറ്റ് യൂണിയൻ 1970 കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അമേരിക്ക മുൻപോട്ട് വെച്ച ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നത്. റഷ്യയിലെ മർമാൻസ്കിൽ നോർവീജിയൻ അതിർത്തിക്ക് സമീപമായിരുന്നു പദ്ധതിക്കായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയത്. അങ്ങനെ 1970 മെയ് 20 കോലയിൽ ഡ്രില്ലിംഗ് ആരംഭിച്ചു. ഏതാണ്ട് 23 സെന്റിമീറ്റർ വ്യാസത്തിലായിരുന്നു കുഴിക്കുവാൻ ആരംഭിച്ചത്. പരമാവധി കുഴിക്കുക, കിട്ടുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുക, ഇതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ ലക്ഷ്യം. സാങ്കേതിക വിദ്യകൾ ഇന്നത്തെ പോലെ ആധുനികമല്ലായിരുന്ന കാലത്തായിരുന്നു റഷ്യയുടെ ഈ ഭൂമി തുരക്കൽ പദ്ധതി ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കുറഞ്ഞത് 15 കിലോമീറ്റർ എങ്കിലും തുരക്കണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യ വർഷം തന്നെ 13 കിലോമീറ്ററും രണ്ടാം വർഷത്തിൽ ബാക്കിയും തുരക്കണമെന്നതായിരുന്നു അവരുടെ തീരുമാനം. ഏറ്റെടുത്ത ദൗത്യവുമായി റഷ്യൻ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗം ദൗത്യവുമായി മുൻപോട്ട് പോയി. ഏതാണ്ട് 9 കിലോമീറ്ററോളം തുരന്നപ്പോൾ തന്നെ വെള്ളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായി. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള തുരക്കൽ വിചാരിച്ചത്ര സുഖകരമായിരുന്നില്ല. കട്ടിയുള്ള പാറകൾ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ പല ഘട്ടത്തിലും ബാധിച്ചിരുന്നു. എന്തിനേറെ പാറ തുറക്കാൻ ഭൂമിക്കടിയിലേക്ക് ഇറക്കിയ ഉരുക്ക് ദണ്ടുകളിൽ വിള്ളൽ വരെ സംഭവിച്ചു. ഭൂമി തുരക്കൽ വിചാരിച്ച പോലെ സുഖകരമാകില്ല എന്ന് കണ്ടപ്പോൾ തന്നെ പദ്ധതി ഉപേക്ഷിച്ചാലോ എന്ന ചർച്ച വളരെയധികം ശക്തമായി. ഇനിയും ആഴത്തിൽ ഒട്ടും തന്നെ കുഴിക്കാനാകില്ല എന്ന് വ്യക്തമായതോടുകൂടി അധികൃതർ പദ്ധതി നിർത്തിവെക്കാൻ നിർബന്ധിതരായി.
വിവിധ മേഖലകളിൽ നിന്ന് എതിർപ്പ് വളരെ ശക്തമായതോടുകൂടി തന്നെ 1994 പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചു. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ള ഔദ്യോഗിക അറിയിപ്പുണ്ടായത് 2005 ഏതാണ്ട് 12.25 കിലോമീറ്ററോളമാണ് ഇക്കാലം അത്രയും കൊണ്ട് അവർ തുരന്നത്. പദ്ധതി പ്രതീക്ഷിച്ചത്ര വിജയം കണ്ടില്ലെങ്കിൽ പോലും ഭൂമിക്കടിയിലുള്ള ചില വിവരങ്ങൾ നൽകുവാൻ പദ്ധതി കൊണ്ട് സാധിച്ചു. ഗ്രാനൈറ്റും പാറയുടെ മറ്റൊരു രൂപമായ ബസാൾട്ടും തമ്മിൽ കാര്യമായ രൂപമാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പദ്ധതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. തുരക്കൽ 7 കിലോമീറ്ററോളം എത്തിയപ്പോൾ തന്നെ സമുദ്ര ജീവികളുടേതെന്ന് കരുതപ്പെടുന്ന ഡസൻ കണക്കിന് ഫോസിലുകൾ കണ്ടെത്താനായി. പാറയുടെ കടുത്ത സമ്മർദ്ദവും ഉയർന്ന താപനിലയും ഉണ്ടായിട്ടുകൂടി ഈ ഫോസിലുകൾ കേടുകൂടാതെ ഇരുന്നത് ശാസ്ത്രജ്ഞരെ അമ്പരപ്പെടുത്തി. പദ്ധതി നിർത്തിവെച്ചപ്പോൾ തന്നെ വളരെ കാഠിന്യമേറിയ ഇരുമ്പ് കവചത്താൽ തന്നെ ആ കുഴി എന്നേക്കുമായി അടയ്ക്കുകയായിരുന്നു. ഈ കുഴിയെപ്പറ്റി ഇപ്പോഴും ചില മിത്തുകളും അതുപോലെ തന്നെ മിസ്റ്ററിയും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.